കോഴിക്കോട് പന്തീരാകാവിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. സർവീസ് റോഡിന്റെ ഉൾപ്പെടെ പണി പൂർത്തിയായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ടോൾ ബൂത്തിൽ തിരക്കായതോടെ പോലീസ് ഇടപെട്ട വാഹനങ്ങൾ ടോൾ ഈടാക്കാതെ കടത്തിവിട്ടു. നന്ദഗോപാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നന്ദഗോപാൽ, ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം സർവീസ് റോഡിന്റെ പണിയൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോൾ പിരിക്കരുതെന്ന ആവശ്യമാണ് പാർട്ടികളും ഒപ്പം തന്നെ പ്രദേശവാസികളും ഒക്കെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? വാഹനം ഇപ്പോൾ ടോൾ ഇല്ലാതെ തന്നെ കടത്തിവിടുകയാണോ? നിഷ, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് സമയം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ടോൾ പിരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അവർ വാഹനം ഇതുവഴി ടോൾ പിരിക്കാതെ കടത്തിവിടുകയായിരുന്നു. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. DCC അധ്യക്ഷൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസ് എത്തി ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. DCC അധ്യക്ഷൻ K പ്രവീൺകുമാറിനെ ഉൾപ്പെടെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഏതായാലും നിലവിൽ ഇന്നിപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നാളെ മുതൽ വീണ്ടും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതായത് കൂടുതൽ മണ്ഡലം കമ്മിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നാളെ ഉണ്ടാവുക. DCC അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ ഒളവണ്ണ ടോൾ പ്ലാസയിൽ നടക്കുക. അതേസമയം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. സർവീസ് റോഡിന്റെ പണി പൂർത്തിയാവാത്തതിനൊപ്പം തന്നെ പ്രദേശവാസികൾക്ക് സൗജന്യമായി യാത്രാ പാസ് നൽകണം. അതോടൊപ്പം വെങ്ങളം അഴിയൂർ റീച്ചിന്റെ പണി പൂർത്തിയാകണം. അവിടുത്തെ ദുർഘടാവസ്ഥ പരിഹരിക്കണം എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഈ വിഷയത്തിൽ പരിഹാരമാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഏതായാലും പ്രതിഷേധക്കാർ ഇവിടെ നിന്നും പോയതിനു ശേഷം ഇവിടെ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. വലിയ ഗതാഗത കുരുക്ക് കൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ടോൾ പിരിവ് നടക്കുന്നത്. തിരക്ക് കൂടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ട വാഹനങ്ങൾ ടോൾ പിരിക്കാതെ ഇവിടെ നിന്നും കയറ്റി വിടുന്നുമുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു തീരുമാനമുള്ളത്. ഏതായാലും ഇപ്പോൾ ടോൾ പിരിവ് സുഗമമായി നടക്കുന്നുണ്ട്. പക്ഷേ ചില വാഹനങ്ങൾക്ക് ഫാസ്ടാഗ് ഇല്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. അത് ഇന്നത്തേക്ക് ഇളവ് കൊടുത്ത ആ വാഹനങ്ങളെ പെട്ടെന്ന് ഇവിടെ നിന്നും കടത്തിവിടുന്നുണ്ട്. പക്ഷേ നാളെ മുതൽ ആ കാര്യത്തിൽ കൂടെ കർശനമായ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ച ഇവിടെ ഈ ടോൾ പിരിവ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഏതായാലും സർവീസ് റോഡിന്റെ ഉൾപ്പെടെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ടോൾ പിരിവ് നടത്തുന്നതെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ്.